ഇതാണ് കുട്ടൻ റോസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ. നമ്മുടെ ഈ ചാനൽ ഇതുവരെ ചെയ്യാത്ത ഒരു വിഭവമായിട്ടാണ് നമ്മൾ വരുന്നത്. നമ്മൾ കുട്ടൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ബീഫിൻ്റെയൊക്കെ കുട്ടൻ, മൂരിക്കുട്ടൻ, അതിൻ്റെ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് കുട്ടൻ ഒരു 250 ഗ്രാം ഞാൻ ഇട്ടിരിക്കുന്നു. ഇവിടെ ആൾക്കാർ കുറവാണ്, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ആക്കുന്നത്. അതിലേക്ക് 1 സ്പൂണ് ഉപ്പ്, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾ, ഒരു 2 സ്പൂൺ മല്ലി, 2 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ ബീഫ് മസാല, രണ്ടാമത്തെ 2 സ്പൂൺ ഉണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ചുകൂടി 2 സ്പൂണാക്കി. ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂണോളം ഗരം മസാല, ഒരു 2-3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ട് ചതച്ചത്, ഒരു പച്ചമുളക് നെടിക്കരുത്, ഒരു 2-3 ചെറിയ ഉള്ളി ചതച്ചത്, ഇത്രയും സാധനങ്ങളിലൊപ്പം ഒരു ഇതിട്ട് വേപ്പില കൂടി കൊടുത്തു. ഒരു സ്പൂണ് എണ്ണ, 1.5 സ്പൂണ് എണ്ണ. എന്തെണ്ണ ഉപയോഗിക്കാം, നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്മെല്ലുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. എന്തെണ്ണയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് കൂടാതെ 1 സ്പൂണ് വിനാഗിരി, നമ്മുടെ സുർക്ക എന്നൊക്കെ പറയുന്ന സാധനം 1 സ്പൂൺ കൂടി ഒഴിച്ചു. ഇത്രയും സാധനങ്ങൾ ഒഴിച്ച ശേഷം നന്നായി തിരുമെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ബീഫ് പോലെ എല്ലില്ലാത്തതല്ല, ഇതിൽ എല്ലുണ്ടാവും. അപ്പോൾ അത് എല്ല് കയ്യിന് മുകളിൽ തറക്കാതെ ശ്രദ്ധിക്കുക. നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതിൽ വെള്ളം ചേർക്കണമെന്നില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ഇന്ന് ഇറങ്ങി വരും ബീഫിലുള്ള പോലെ തന്നെ. എന്നാലും ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ഒരു 1/4 കപ്പ് വെള്ളം. ഇനി പ്രഷർ കുക്കർ അടച്ചിട്ട് ആദ്യത്തെ വിസില് ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ളൊരു 4 വിസിൽ ലോ ഫ്ലെയിമിലും വരും. നോർമൽ ലെവലിൽ ഇതെല്ലാം വെന്തിട്ടു. അപ്പോൾ നമ്മൾ വിസിലിനായി വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ റോസ്റ്റ് ഉണ്ടാക്കാൻ കണ്ടിന്യൂ ചെയ്യണം. ഒരു ചട്ടി അടുപ്പത്തിച്ചു, അതിലേക്ക് ഒരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് 1 സ്പൂൺ കടുക്, കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്കൊരു 4
ഉണക്കമുളക് നെടുക്ക് കീറിയിട്ടിടുക. തീയൊന്ന് കുറച്ച് പോകാം. കടുക് പൊട്ടുന്നൊരു തീയുണ്ടായാൽ മതി. അതിനുശേഷം തീയൊന്ന് കുറയ്ക്കാം. ഒരേതല വേപ്പില, ഒരു 3 വെളുത്തുള്ളിയും ചെറിയ ഇഞ്ചിയും ചതച്ച് ഇത്രയും ഇട്ട് ഒന്നിളക്കിയാൽ മതി. അതിലേക്കൊരു 5-8 ചെറിയ ഉള്ളി ചതച്ചത് ഇട്ടുകൊടുക്കും. ചതച്ചതാണ്, മുറിക്കിയതാണ്. അടക്കി ഒന്നിളക്കുക. അതിലേക്ക് 1 സ്പൂണ് ഉപ്പ്, ഉള്ളി നന്നായി മൂത്ത് വരണം. ഉള്ളി നന്നായി മൂത്തൊന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 സ്പൂണ് ബീഫ് മസാല, വേറെ പൊടികളൊന്നും ഇടണ്ട. കാരണം മസാല നമ്മൾ ഈ ഇറച്ചിയിലിട്ടിട്ടുള്ളതാണ്. അപ്പോൾ വേറെ കൂടുതൽ മസാലകളൊന്നും ഇടണ്ട. ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചാൽ മതി. ആ പൊടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രഷർ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഇറച്ചിയിലേക്ക് ചേർക്കും. ഒന്ന് ഇളക്കുക. ഈ ഇറച്ചി ആവുന്നതിനോടൊപ്പം അതിലേക്ക് 1 തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർക്കും. ഇളക്കുക. ഇതിൽ നിന്ന് ഈ തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതിൽ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. ഒന്ന് ഇളക്കിയിട്ട് ഇത് അടച്ചു വയ്ക്കും. ഒരു 5 മിനിറ്റോളം അടച്ചു വയ്ക്കുക. അപ്പോഴേക്കും ആ തക്കാളിയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. തക്കാളി ഒന്ന് മൂത്ത് വരണം. തക്കാളിയൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് വെള്ളം തക്കാളിയിൽ നിന്ന് ഇറങ്ങും. വെള്ളമൊക്കെ ഉണ്ട്. ഒന്നരക്കുക. നെയ്യ് ഉണ്ടെങ്കിൽ 1 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നത് ഈ സമയത്ത് നല്ലത്. ടേസ്റ്റ് കുറച്ചുകൂടി കൂടും. നിർബന്ധമില്ല, ഒഴിക്കുന്നത് നല്ലതാണ്. നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. കുറച്ചുകൂടി ഉപ്പാവും. ഞാനൊരു 1/2 സ്പൂൺ കൂടിയും ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കുക. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ചേർക്കുക.
കൂടെ ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർക്കാം. ചൂടിടാം. ഇത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ റോസ്റ്റ് കംപ്ലീറ്റ്. ഇതിലേക്ക് അല്പം മല്ലിയില, മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യും. ഇത്രയും നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ആവശ്യം.